ഷഹബാസിനെ കൊന്ന വ്യക്തികൾ എക്സാംസ് മുഴുവനും പൂർത്തിയാക്കില്ല, അതിനു മുമ്പേ അവരെ അപായപ്പെടുത്തും, അതായത് തട്ടിക്കളയും എന്ന് തന്നെ, വേറൊന്നുമല്ല, എല്ലാത്തിനെയും തീർക്കുമെന്നാണ് ആ കത്തുകൾ പറഞ്ഞിട്ടുള്ളത്. ഹലോ, ഹായ്, വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ. കേരളക്കാർ ഒരിക്കലും മറക്കാത്ത ഒരു പേരാണ് അല്ലെങ്കിൽ സിനിമയാണ് ഫോർ ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ എന്നൊക്കെ പറയുന്ന മൂവീസ്. ഇതിലുള്ള ആളുകൾ ഇപ്പോൾ കേരളത്തിൽ ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു എന്ന് വിചാരിക്കുന്ന ഒരുപാട് മലയാളികളുണ്ട്. അതിന് കാരണം എന്ന് പറയുന്നത്, നമുക്കറിയാം, കേരളത്തിൽ ക്രൈംസ് അധികരിച്ചു വരികയാണ്. ക്രൈംസ് അധികരിച്ചു വരുന്നതല്ല പ്രശ്നം എന്ന് പറയുന്നത്, ക്രൈം ചെയ്ത കുറ്റവാളികളിൽ പലരും രക്ഷപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. അതായത് അറ്റംപ്റ്റ് മർഡർ, സ്വന്തം അമ്മയെ കൊല്ലാൻ ശ്രമിച്ച വ്യക്തിക്ക് ജാമ്യം നൽകി. എന്തിന്? മർഡർ കേസിലെ പ്രതികൾക്കും ജാമ്യം നൽകി. അങ്ങനെയുള്ള എല്ലാവർക്കും ജാമ്യം നൽകി അവരെ വിട്ടയക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജാമ്യം എന്ന് പറയുന്നത് രക്ഷപ്പെടുന്ന ഒരു കാര്യമല്ല. എന്നിരുന്നാലും ശരി, ഒരു വ്യക്തി കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ശിക്ഷ ലഭിച്ചിരിക്കണം, അത് സ്പോട്ടിൽ കിട്ടണം. അല്ലാതെ ഒരുപാട് വർഷം കഴിഞ്ഞിട്ട് ആ വ്യക്തി മരണപ്പെടാൻ പോകുമല്ല ആ വ്യക്തി എപ്പോഴോ ചെയ്ത അതിന്റെ ശിക്ഷ ലഭിക്കേണ്ടത്. അതൊക്കെ സ്പോട്ടിൽ കിട്ടേണ്ട ഒരു കാര്യമാണ്. അത് തന്നെയാണ് ഫോർ ദ പീപ്പിൾ ആ മൂവിയിൽ ചെയ്തതും. നമുക്കറിയാം, ഇപ്പോൾ താമരശ്ശേരിയിൽ ഷഹബാസിനെ കൊന്നു എന്ന് പറയുന്ന വ്യക്തികൾ ഇപ്പോൾ എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയാണ് വിത്ത് പോലീസ് പ്രൊട്ടക്ഷൻ. SP അടക്കമുള്ള ആളുകളാണ് അവർക്ക് പ്രൊട്ടക്ഷൻ ഉറപ്പുവരുത്തിക്കൊണ്ടിരിക്കുന്നത്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന കാര്യം പറഞ്ഞിട്ടാണ് അവരെ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്നത് സർക്കാരിന്റെ സപ്പോർട്ടിൽ. മനസ്സിലാക്കണം, ഈ മരണപ്പെട്ട അല്ലെങ്കിൽ ഇവർ കൊന്നു എന്ന് പറയുന്ന ആ ഷഹബാസിനുമുണ്ട് ഒരുപാട് റൈറ്റ്, ഫണ്ടമെന്റൽ റൈറ്റും മറ്റു റൈറ്റും ഒക്കെ ആയിട്ട് ഒരുപാട് റൈറ്റും ഫ്രീഡവും ആ വ്യക്തിക്കുമുണ്ട്. എന്നാൽ ആ വ്യക്തിയുടെ എല്ലാ റൈറ്റും കാര്യങ്ങളൊക്കെയാണ് ഒരു ദിവസം കൊണ്ട് ഈ പറയുന്ന ഈ വ്യക്തികൾ എടുത്തു കളഞ്ഞിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ ഇവർക്ക് പിന്നെ എന്ത് റൈറ്റാണ് കൊടുക്കേണ്ടത്? അതിന് എന്ത് ന്യായീകരണമാണ് സർക്കാരിന് പറയാനുള്ളത്? ഈ ഒരു സന്ദർഭത്തിലാണ് ഫോർ ദ പീപ്പിൾ അല്ലെങ്കിൽ അതുപോലത്തെ ഒരു സംഘടനയോ ഇപ്പോൾ മുന്നോട്ട് വന്നിട്ടുള്ളത്. കാര്യം വേറെ ഒന്നുമല്ല, GVHSSലെ പ്രധാന അധ്യാപകനാണ് ഒരു ഊമക്കത്ത് ലഭിച്ചിട്ടുള്ളത്. ഇത് എഴുതിയത് ആരാണെന്ന് അറിയില്ല. ഫോർ ദ പീപ്പിൾ ആണോ, ബൈ ദ പീപ്പിൾ ആണോ, അല്ലെങ്കിൽ ദ പീപ്പിൾ പബ്ലിക് ആണോ, ആരാണെന്ന് അറിയില്ല. ആരായിരുന്നാലും ശരി, ആ ഊമക്കത്തിൽ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, ഷഹബാസിനെ കൊന്ന വ്യക്തികൾ എക്സാംസ് മുഴുവനും പൂർത്തിയാക്കില്ല, അതിനു മുമ്പേ അവരെ അപായപ്പെടുത്തും, അതായത് തട്ടിക്കളയും എന്ന് തന്നെ, വേറൊന്നുമല്ല, എല്ലാത്തിനെയും തീർക്കുമെന്നാണ് ആ കത്തുകൾ പറഞ്ഞിട്ടുള്ളത്. ഇതിന് കാരണം എന്താണ്? ഇതിന് കാരണം എന്ന് പറയുന്നത് സർക്കാരിന്റെ പിടിപ്പുകേട് തന്നെയാണ്. കാരണം സർക്കാർ കറക്റ്റ് ആയിട്ടുള്ള വഴിയിലാണ് മുന്നോട്ട് പോയിട്ടുള്ളെങ്കിൽ ആരും ഇങ്ങനെ ഒരു കത്ത് എഴുതാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരില്ലായിരുന്നു. കാരണം അതിന്റെ ആവശ്യം ഉണ്ടാവില്ലായിരുന്നു. പക്ഷെങ്കിൽ ഈ ഒരു കേസ് മാത്രമല്ല, പല കേസും ഈ MDMAന്റെ ഇഷ്യൂസ് ഒക്കെ, ലഹരി പദാർത്ഥങ്ങളുടെ ഇഷ്യൂസ് നമ്മുടെ സൊസൈറ്റിയിൽ അധികരിച്ചു വരുന്നുണ്ട്. പക്ഷെങ്കിൽ ഇവരെ അറസ്റ്റ് ചെയ്യും, ജാമ്യത്തിൽ പിറ്റത്തെ ദിവസം, ജാമ്യത്തിൽ അന്നോ അല്ലെങ്കിൽ പിറ്റത്തെ ദിവസം തന്നെ ജാമ്യത്തിൽ ഇറക്കി വിടും. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആരെന്ത് കുറ്റം ചെയ്താലും ജാമ്യം അല്ലെങ്കിൽ തെളിവുകളില്ല, അങ്ങനെയുള്ള ഓരോ കാരണങ്ങൾ പറഞ്ഞിട്ട് ആ ഒരു കേസ് അങ്ങനെ പോയി കളയും. അവർക്ക് ശിക്ഷ ലഭിക്കുന്നതോ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇതുപോലത്തെ ആളുകൾ മുന്നോട്ടേക്ക് വരുന്നത്. അതായത് നിയമം കയ്യിലെടുക്കുമെന്ന് പറഞ്ഞിട്ട് അവരെ സർക്കാർ വിളിക്കുന്ന പേര് ആന്റി സോഷ്യൽ എലിമെന്റ്സ് എന്നാണ്. ആന്റി സോഷ്യൽ എലിമെന്റ്സ് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? അത് ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് സർക്കാർ തന്നെയാണ്. സർക്കാർ പ്രോപ്പർ ആയിട്ടാണ് പോകുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആളുകൾക്ക് മുന്നോട്ട് വരേണ്ട ആവശ്യം ഉണ്ടാവില്ല, ഇങ്ങനെ ഒരു ഊമക്കത്ത് എഴുതേണ്ട ആവശ്യം വരില്ല. ഇതൊക്കെ വരേണ്ട കാരണം എന്താണ്? അത് തന്നെയാണ് കാരണം. എന്ത് ക്രൈം ചെയ്താലും രക്ഷപ്പെടുമെന്നുള്ള ഒരു തോന്നൽ, ആ തോന്നൽ ഉള്ളത് കൊണ്ടാണ് ആ മൂവീസിൽ തന്നെ നമുക്ക് കാണാം. ആ മൂവി ഫോർ ദ പീപ്പിൾ എന്ന് പറയുന്ന മൂവിയിൽ ഇതുപോലെ കറപ്ഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന, ക്രൈംസ് ചെയ്യുന്ന ആളുകളെ ഡയറക്ട്ലി സ്പോട്ടിൽ തന്നെ അവർ ശിക്ഷ വിധിക്കുന്നു. ആ ഒരു കാര്യം ഇവിടെ സൊസൈറ്റിയിൽ വരാനിരിക്കുന്നതേ ഉള്ളൂ. കാരണം ഇതുപോലെയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഉറപ്പായും ഇതുപോലത്തെ ആളുകൾ വരും. പിന്നെ ഇത് ആരാ എഴുതിയിട്ടുള്ളതെന്ന്, അത് ആരാ എഴുതിയിട്ടുള്ളതെന്ന് ആർക്കും അറിയില്ല, ഊമക്കത്താണല്ലോ. എന്നിരുന്നാലും വിജയ് ഏതോ മൂവിയിൽ പറഞ്ഞതുപോലെ അത് ആ കുട്ടിയുടെ മാതാപിതാക്കളാവാം, പബ്ലിക് ആവാം, മീഡിയ ആവാം, ഞാനാവാം, ആര് വേണമെങ്കിലും ആവാം എന്ന് പറയുന്നത് പോലെയാണ്. ആര് വേണമെങ്കിലും എഴുതാം. കാരണം എല്ലാവർക്കും, ജനം മുഴുവനായിട്ടും അവർക്ക് എതിരെ തിരിഞ്ഞിട്ടാണുള്ളത്, അവർക്കെതിരെയും സർക്കാരിനെതിരെയും. കാരണം സർക്കാരിനെതിരെ തിരിയാനുള്ള കാരണം എന്ന് പറയുന്നത് ഇവരെ കൊണ്ട് എക്സാം എഴുതിക്കുന്നതുകൊണ്ട് തന്നെയാണ്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ എല്ലാവർക്കും വേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്നിരുന്നാലും ശരി, ഈ മരണപ്പെട്ട ഷഹബാസിന്റെ റൈറ്റ് ടു എഡ്യൂക്കേഷനും റൈറ്റ് ടു ലിവ് വിത്ത് ഡിഗ്നിറ്റി അങ്ങനെയുള്ള എല്ലാ കാര്യവുമാണ് ഇവർ നിഷേധിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഇവർ ഒറ്റ രാത്രി കൊണ്ട് അല്ലെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട്, ഒരു മണിക്കൂർ കൊണ്ട് ഇവർ നശിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ആ പറയുന്ന വ്യക്തികൾക്ക് ഈ ഒരു റൈറ്റ് ടു എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ മറ്റു റൈറ്റ് വേണ്ട ആവശ്യമുണ്ടോ? ഇവരെ കാര്യം മാത്രമല്ല, ക്രൈംസ് ചെയ്യുന്ന എല്ലാ വ്യക്തികൾക്കും. കാരണം സ്വന്തം ഉമ്മയെയും അനിയനെയും ഒക്കെ കൊല്ലുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്.
അതുപോലെ തന്നെ സ്വന്തം ഭാര്യയെ കൊല്ലുന്ന ആളുകൾ കണ്ടിട്ടുണ്ട്. ഇവരൊക്കെ ഓരോ ആൾക്കാരുടെ റൈറ്റ്സും കാര്യങ്ങളൊക്കെ ഹനിക്കുകയാണ് ചെയ്യുന്നത്. എന്നാലോ ഇവർക്ക് എല്ലാ റൈറ്റും, ഹ്യൂമൻ റൈറ്റ് അടക്കമുള്ള എല്ലാ റൈറ്റ്സും ഈ കൊലപാതകങ്ങൾക്കും കുറ്റം ചെയ്യുന്നവർക്കും നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മളെ സർക്കാരും നമ്മളെ നീതിപീഠവും. മാറേണ്ട കാര്യങ്ങൾ മുഴുവനായിട്ടും മാറണം. നമ്മുടെ നിയമത്തിൽ ഒരുപാട് തെറ്റും ലൂപ്പ് ഹോൾസും ഉണ്ട്. കുറെ പ്രതികളെ രക്ഷപ്പെടുന്നത് നമ്മളുടെ നിയമത്തിലെ ലൂപ്പ് ഹോൾസ് വെച്ചിട്ട് തന്നെയാണ്. ആ ലൂപ്പ് ഹോൾസ് അടക്കം എല്ലാ കാര്യങ്ങളും മാറ്റി മര്യാദയ്ക്കുള്ള അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു നിയമ വ്യവസ്ഥ ഇവിടെ കൊണ്ടുവരണം. എന്നാൽ മാത്രമേ ഈ സംസ്ഥാനത്തെ മാത്രമല്ല ഈ രാജ്യത്തെ എല്ലാ ക്രൈംസും കുറയുകയുള്ളൂ. അല്ലെങ്കിൽ ഇത് അധികരിച്ചുകൊണ്ടേയിരിക്കും ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമെന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇൻഫോർമേറ്റീവ് ആയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. And thanks for watching me and stay tuned for another video. Okay, thank you.